the podcast. Play what? My team style, yeah, we're taking a shot. Real TS classroom. Teacher student therapy, come join the ride. TS, let's go. TS, take the show. TS, here we roll. TS, now you know. ഹായ്, വെൽക്കം ടു TS പോഡ്കാസ്റ്റ്. ഞങ്ങളെ മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. 1 വർഷത്തോളമായി ഞങ്ങൾ വന്നിട്ട്. ആദ്യമായിട്ട് അതിനു മുന്നേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ വ്യൂ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം വ്യൂവേഴ്സ്, യൂട്യൂബ് വ്യൂവേഴ്സ് ആൻഡ് സ്പോട്ടിഫൈ വ്യൂവേഴ്സിന് ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ താങ്ക്സ് പറയുന്നു. അങ്ങനെ ഒരു താങ്ക്സിൽ ഒതുക്കാൻ മാത്രം അവിടെ തീരുന്നില്ല ബന്ധം. യു ഷുഡ് കണ്ടിന്യൂ ദാറ്റ് സപ്പോർട്ട് പ്ലീസ്, റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന ടോപ്പിക്ക് എന്താണെന്നറിയാവോ? ഓണം സ്പെഷ്യൽ ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഓണത്തിനെ പറ്റി എല്ലാവരും എന്തൊക്കെയോ എപ്പോഴും പറയുന്നുണ്ട്. പുതുതായിട്ട് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നല്ലേ? ഞങ്ങൾ ഈ ട്രഡീഷണൽ ഓണം വേഴ്സസ് മോഡേൺ ഓണം, അത് ഇന്നത്തെ കോളേജ് സ്കൂളുകളിൽ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ഇന്നിവിടെ സംസാരിക്കാൻ വന്നത്. കുറെ നേരമായിട്ട് ഞങ്ങളെന്ന് പറയുന്നു. ആരാണ് ഈ ഞങ്ങളെന്നല്ലേ? ഒന്ന് ഞാൻ, ലയന, ആൻഡ് എൻ്റെ കൂടെ ഉള്ളത് ദേവിക വിനോദ്. ഹായ്. ദേവിക എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളെ ഞാൻ 7, 8, 9 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ബയോളജി ആയിരുന്നു എൻ്റെ സബ്ജക്ട്. സോ ദേവിക, ബയോളജി ഇഷ്ടമാണോ? അതെ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവളുടെ ഇന്റേണൽ ഞാൻ ഇപ്പൊ തന്നെ കുറയ്ക്കുന്നതായിരിക്കും. അതുപോട്ടെ, നമ്മൾ ഇന്ന് ഓണത്തെ പറ്റി സംസാരിക്കാൻ വന്നേക്കുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ ദേവിക്ക് എന്താ ഓർമ്മ വരിക? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഞങ്ങള് കസിൻസും എല്ലാരും ഒക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത് എങ്കിൽ പോലും പക്ഷെ അങ്ങനെ ഒരു ഒത്തൊരുമയായിട്ടുള്ളൊരു ഓണമായിട്ടല്ല ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ആ രീതിയിലുള്ള രാവിലെ എണീക്കുന്നു, തിരുവോണത്തിന്റെ അന്ന് എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, വരുന്നു, സദ്യ പ്രിപ്പയർ ചെയ്യുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു വീട്ടിൽ എന്നുള്ള രീതിയിൽ. പിന്നെ അല്ലാതെ ഈ സ്കൂൾ, അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന സ്കൂളിൽ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകാം, സ്കൂളിൽ പരിപാടികൾ ഉണ്ടാവും, അതിന്റെയൊക്കെ ഒരു വൈബ് തന്നെയായിരുന്നു ഓണം എന്ന് ആ ഒരു ടൈമിൽ വരും. കാരണം പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ കിട്ടും. അങ്ങനെ സ്കൂൾ ടൈമിൽ ഒരു ഓണം എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ പുതിയ ഡ്രസ്സ് ഇടുന്നു, പോകുന്നു. നമ്മള് പരിപാടികളിൽ അങ്ങനെ ഇൻക്ലൂഡ് അധികം ആകുന്നില്ല. ഒരു എനിക്ക് തോന്നുന്നു ഒരു 7th അല്ലെങ്കിൽ 8th വരെ ഞങ്ങൾ അങ്ങനെ പരിപാടികളൊന്നും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കത്തില്ല. വരുന്നു, ഓക്കെ, വേറെ ആരൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു, ഇവന്റ് ഒക്കെ മാനേജ് ചെയ്യുന്നു. ഞങ്ങള് അവിടെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പൊ ഫോണൊന്നുമില്ല, ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നിനും പറ്റത്തുമില്ല. ഞങ്ങൾ ഇരിക്കുന്നു, കുറച്ച് ടൈം കഴിയുമ്പോൾ സ്റ്റേജിൽ കൊണ്ടുപോകുന്നു, പ്രോഗ്രാം എന്താണോ നടക്കുന്നു സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണുന്നു എന്താണ് പരിപാടി. കുറച്ച് പേര് വന്ന് തിരുവാതിര കളിക്കുന്നു, വേറെ കുറച്ച് പേര് വന്നിട്ട് അല്ലാത്ത പ്രോഗ്രാംസ് ചെയ്യുന്നു. എന്നിട്ട് മൈൻഡ്, ഞങ്ങളുടെ സ്കൂളിൽ ആ സമയത്ത് സദ്യ പോലും ഇല്ലായിരുന്നു. സദ്യയും കാര്യങ്ങളും അങ്ങനെ ഒന്നും. ഏത് സ്കൂളാന്ന് വെളിപ്പെടുത്താൻ ഇല്ല കേട്ടോ. അടുത്തത് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ ബസ്സിൽ കയറ്റി തിരിച്ച് വീട്ടിൽ വിടുന്നു. അപ്പം സ്കൂൾ ഒരു 10th വരെ എന്നുള്ള 10th വരെയൊന്നും അല്ല, എനിക്ക് തോന്നുന്നു 7th 8th. അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ ഹൗസ് ക്യാപ്റ്റൻ ഒക്കെ ആയതിനൊക്കെ ശേഷമാണ് പിന്നെ ഇത്തിരി ഞങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി ഓണത്തിൽ വന്നത്. കാരണം ആ സമയത്ത് കംപ്ലീറ്റ് കോമ്പറ്റീഷൻ ആണ്. കാരണം എല്ലാവരും 4 പേര് 4 ഹൗസ് ആണ്. അപ്പം അതിന്റെ രീതിയിൽ ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണം, ഞങ്ങൾക്ക് തിരുവാതിരയ്ക്ക് ഫസ്റ്റ് കിട്ടണം, പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടണം. എല്ലാവരും ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ നിന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ ഞങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ സാറുമാരും ടീച്ചർമാരും വലുതായിട്ട് അങ്ങ് ഇൻക്ലൂഡ് ആവില്ലായിരുന്നു. എല്ലാം പിള്ളേര് ചെയ്തോളും, അവര് നോക്കിക്കോളും, അവരെല്ലാ ആളുകളെന്ന് പറഞ്ഞു എല്ലാം ഞങ്ങളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ കംപ്ലീറ്റ് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണമായിരുന്നു. ഫണ്ട് ഞങ്ങൾ തന്നെ ഇടുന്നു, പ്രോഗ്രാംസ് ഞങ്ങൾ തന്നെ. അത് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, നോർമലി മെയിൻ ആയിട്ടും വരുന്നത് ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടോ അത്. പിന്നെ അതല്ല, തിരുവാതിരയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും ആളുകൾക്ക് വലിയൊരു, കുട്ടിയൊക്കെ ആണെന്നെങ്കിലും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്താണെന്നെങ്കിലും പ്രോഗ്രാംസ്, DJ, പാട്ട്, ഡാൻസ് ഇതൊക്കെ ഉണ്ടോന്നാണ് നോക്കുന്നത്. ഓണത്തിന് വടംവലി ഉണ്ടോ, അല്ലെങ്കിൽ ഓണത്തിൻ്റെതായ പരമ്പരാഗതമായിട്ടുള്ള പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ, അതൊന്നും ആർക്കും നോക്കാൻ വേണ്ട, അതൊന്നും ഇൻട്രസ്റ്റ് അല്ല. ചെണ്ടമേളം ഉണ്ടോ, DJ പരിപാടി പ്രോഗ്രാംസ് ഉണ്ടോ, അത് ഇപ്പൊ ചില കുട്ടികൾ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾ വരുന്നുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും, വന്നിട്ട് ചുമ്മാ ഈ വടംവലി ഇതും കണ്ടിട്ട് പോയേണ്ടി വരും, അത് ഭയങ്കര ബോറായിരിക്കും, നഷ്ടമായിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനും ഒരു ഇത് വരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചൊരു ഓണം എന്ന് പറയുമ്പോൾ ഇതുവരെ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പോഴത്തെ ഒരു ഇതിൽ വരുമ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ഡേ പോലെ. പണ്ടത്തെ ആ ഒരു എക്സൈറ്റ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നാറും ഇല്ല, അത് കുറവാണ്.
അത് ഇത്രയും നേരം ഞാനിരുന്നു ദേവിയുടെ സ്കൂള് കോളേജ് ഇതിന്റെ ഓണമൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ ഇതില് മഹാബലി എവിടെയാ? മഹാബലി ഇല്ലായിരുന്നു സത്യം പറഞ്ഞ. സ്കൂളിൽ പിന്നെ ആരെങ്കിലും ഇത്തിരി വേഷം കെട്ടിയിരുന്നു. കോളേജിലൊന്നും അങ്ങനെ മഹാബലി അല്ല, ഈ കണ്ടിട്ടില്ല. മഹാബലി ആരാ? മഹാബലി കേരളത്തെ റൂൾ ചെയ്തിരുന്ന പണ്ടത്തെ ഒരു രാജാവല്ലേ. ഏത് വർഷം? 1900? അതിന് മുന്നേ അതിനു മുന്നേ. എന്നിട്ട് പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. പുള്ളി നല്ലൊരു രാജാവായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു നല്ല കർമ്മങ്ങളൊക്കെ കൊണ്ടിട്ട് ദേവന്മാർക്കൊക്കെ ഭയങ്കര അസൂയ തോന്നി. ഓ ഹീസ് എ വെരി വെരി ബാഡ്, നമുക്കൊരു ടഫ് കോമ്പറ്റീഷൻ ആണ് എന്നൊക്കെ തോന്നിയിട്ട് മഹാവിഷ്ണുവിനോട് ചെന്ന്, പുള്ളി ശരിയല്ല കേട്ടോ, നമുക്ക് എങ്ങനെയെങ്കിലും പുള്ളി ഒന്ന് ഒതുക്കണം എന്നുള്ള രീതിയിൽ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു ഡോണ്ട് വെറി, എന്ന് പറഞ്ഞു. പുള്ളി പുള്ളിയുടെ അടുത്ത അവതാരം വാമനൻ അവതാരമായിട്ട് വന്നു. മഹാബലി വാമൻ എന്തോരം പൊക്കോണ്ടില്ല, അത്ര വരെ ഉണ്ടോ? വാമനൻ ആദ്യം വന്നൊരു എന്നുള്ളൊരു ഇതല്ലേ. പുള്ളി വന്നു മഹാബലിയോട് ചോദിച്ചു, മഹാബലിയോട് എന്താ ദാനം തരുവോ, അങ്ങനെ എന്തോ ഒരു ഇത് കോൺവെർസേഷൻ അവർ തമ്മിലുണ്ടായി. എന്തോ സംഭവിച്ചു. മഹാബലി പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും ഞാനത് തന്നിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ 3 അടി മണ്ണ് വാമൻ ചോദിച്ചു. സ്കൂളിൽ പോയത് വെറുതെ ഇല്ല, 3 അടി മണ്ണ് ചോദിച്ചു. അപ്പൊ ആദ്യത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു ദേവലോകോ, എനിക്കത് കറക്റ്റ് എനിക്ക് അതിനെ പറ്റി അറിയില്ല. എന്തായാലും 3ാമത്തെ അടി വെക്കാനായിട്ട് സ്ഥലമില്ല, കാരണം എല്ലാം പുള്ളി എടുത്തു കഴിഞ്ഞു. അപ്പോഴ് മഹാബലി പറഞ്ഞു ഞാൻ വാക്ക് തന്നതല്ലേ, അപ്പൊ ഞാൻ എന്റെ തല താഴ്ത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നതാണ് എനിക്ക് ഇതിനെ പറ്റി അറിയാവുന്നത്. ഓക്കെ, ഈ ഒരു കഥ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? വൈ ഷുഡ് ബി സെലിബ്രേറ്റ്? ഒരു പാമ്പിടിച്ച മനുഷ്യനെ പാതാളത്തിലോട്ട് ചവിട്ടി താത്തിയത് നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? മഹാബലിക്ക് ഇത് വെച്ചിട്ട് മഹാബലിക്ക് സ്വന്തം പ്രജകൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. അപ്പം പുള്ളി ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രജകളെ കാണാനോ പ്രജകളുടെ കാര്യം നോക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അപ്പം മഹാവിഷ്ണു കുറച്ചിരി സിമ്പതി തോന്നി. അപ്പോട്ട് കുഴപ്പമില്ല, നിനക്ക് ഒരു ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഇതുപോലെ ഓണം ഒരു ടൈം അത് ഏത് മാസം മലയാളത്തിൽ? ചിങ്ങം. ഇതിനൊരു കൈയടി. അടുത്തത് ഇതുപോലെ നിന്റെ പ്രജകളെ കാണാൻ വരാം എന്നുള്ള ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് പിന്നെ പുള്ളി പോയത്. ആ ഒരു ഐതിഹ്യം വെച്ചിട്ടാണ് എല്ലാ വർഷവും ചിങ്ങമാസം അനുസരിച്ച് മഹാബലി വരുന്നു. ഇത്രയും കഥയെല്ലാം പറഞ്ഞത് വളരെ കറക്റ്റ്. ഇത് ദേവികയായിട്ട് ദേവിക പറഞ്ഞതിലും എനിക്ക് സന്തോഷം. കാരണം ഒരു ജെൻസിയുടെ വായിൽ നിന്നുമാണ് നമ്മൾ ഈ കഥ കേട്ടോണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം കുട്ടികൾക്ക് ഇപ്പോഴും ഇതിന്റെ സ്പിരിറ്റ് അറിയാം. ഇനി ഇവിടെ സത്യത്തില് എന്തിനെയാണ് എന്ത് വാല്യൂസിനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്? അതായത് ഈ സെലിബ്രേഷൻ കൊണ്ട് എന്താണ് സത്യത്തിൽ സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം? അപ്പൊ സമൂഹത്തിന് ഒരു സന്തോഷം ഇല്ലേ? ഇത് വെറുതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി എന്താണ് സത്യത്തിൽ ഓണം കൊടുക്കുന്ന സന്ദേശം? എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമർത്ഥം, ഒരു ടീം സ്പിരിറ്റ്, ഒത്തൊരുമ, അല്ലെങ്കിൽ എല്ലാവരും, കാരണം മഹാബലിയുടെ ഒരു ടൈമിലും എല്ലാവരും ഒത്തൊരുമയായിട്ടാണ് അവരും ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ആ ഒരു മെസ്സേജ് കൊടുക്കാൻ, കാരണം എല്ലാവരും ഒന്നാണ്, ഒരേപോലെ സന്തോഷത്തോടെ, കള്ളവും ഇല്ല കപടവും ഇല്ല, അങ്ങനത്തെ ഒരു മഹാബലിയുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു രീതിയിൽ ജീവിക്കണം. കള്ളമില്ല കപടവും ഇല്ല എന്ന് പറയുമ്പോ ഇപ്പൊ പറയുന്ന പല നേതാക്കളും കള്ളം മാത്രമേ പറയുന്നുള്ളൂ എന്ന് ഊഹിക്കുന്നില്ലല്ലോ. അപ്പൊ ഓണത്തിന് മഹാബലി വന്നാലും ഒരു പക്ഷേ ചിലപ്പോ അത് അടുത്തത് എന്നിട്ട് കള്ളമില്ല കപടമില്ല ഇങ്ങനെയുള്ളതിനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇത് വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഒരു ഓണം ആഘോഷിക്കുന്നത് എന്നുള്ള ഒരു സാഹോദര്യം, അതെ, മതേതരത്വം, ജാതി മതമൊന്നും ഇല്ലാതെ സാഹോദര്യം, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ സത്യം പറഞ്ഞ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തില് ഏത് സാഹോദര്യം, ഏത് മതേതരത്വം, അതും കൂടെ ഒന്ന് വിശദീകരിച്ച്. ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അത് പൊതുവെ അത്രയ്ക്ക് കാണാനില്ല, കുറവാണ്. എന്നാലും ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഒരു ക്രൈസിസ് വരുന്ന സിറ്റുവേഷനിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രളയം വന്ന സമയത്തൊക്കെ എല്ലാവരും ആരും ആ സമയത്ത് ജാതി മതവും എന്നെക്കാട്ടി താഴ്ന്ന ആളല്ല, എന്നെക്കാട്ടി ഇത്തിരി സ്റ്റാറ്റസിൽ ഹൈ ആയിട്ടുള്ള ആളല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ചെയ്തത്. എല്ലാവരും ഒത്തൊരുമയോടെ വന്ന് നിന്നിട്ട് നമുക്ക്, കാരണം കേരളത്തിൽ ഓളായിട്ടാണ് സംഭവിച്ചത്. അപ്പൊ ആ രീതിയിൽ നിന്നപ്പോ എല്ലാരും ഒരുമിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു വെള്ളപ്പൊക്കമല്ലേ ശരിക്കും ഓണത്തിന് കൊണ്ടുവന്നത്? അല്ലാതെ ചിങ്ങമാസത്തിൽ വരുന്ന ഓണമാണോ? അത് പോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞ ദേവിയേനെ ഞാൻ ഇവിടെ കൈയടിക്കുന്നതായിരിക്കും. അതായത് ഒരു DJ പാർട്ടി നടത്തുമ്പോ, അല്ലെങ്കിൽ ഓണത്തിന് ഒരു ശിങ്കാരിമേളോ പുലിക്കളിയോ ഒക്കെ നടത്തുമ്പോ എങ്ങനെയാണ് അവിടെ മതേതരത്വവും സാഹോദര്യവും കൊണ്ടുവരുന്നത്? ഇഫ് യു ക്യാൻ സേ ഇറ്റ് കറക്റ്റ്ലി, എന്റെ വക ഒരു ഡയറി ബുക്ക്. അങ്ങനെ ചോദിച്ചു എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഒരു ചേഞ്ച് ഓഫ് എന്താ പറയണ ജനറേഷന്റെ ഒരു ഇതിൽ വന്നിട്ടുള്ള മാറ്റമാണ്.
ശരി, എന്നാ തിരുവാതിര കുറെ പേര് ഒരുമിച്ച് കളിക്കുന്നു. അവിടെ എങ്ങനെ സാഹോദര്യം വരും? എങ്ങനെ എല്ലാരും ഒരുമിച്ച് കളിക്കുന്നു. അവിടെയും ക്രിസ്ത്യാനോ ഹിന്ദുവാണോ അങ്ങനെ ഒരിത് വരുന്നില്ല. ശരിയായ ഉത്തരം. അതായത് നമ്മളൊരു DJ പാർട്ടി നടത്തുന്നു, ഒരു വടംവലി നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സരം നടത്തുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണ് മടത്തെ പിടിച്ചേക്കുന്നതെന്നോ ആരാണ് DJ പാട്ട് കേട്ട് തുള്ളുന്നതെന്നോ ഇല്ല. മതം നോക്കാറില്ല, പൈസ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് മനസ്സോടെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് വി ആർ കമ്മിങ് ടുഗദർ. പക്ഷെ പണ്ടുള്ളവർ കളിച്ചിരുന്ന രീതി വടംവലിയാണെങ്കിൽ ഇന്ന് നമ്മൾ ചിലപ്പോൾ ശിങ്കാരി മേളത്തിലായിരിക്കും അത് കാണുന്നത്. സോ എനിവേ ദാറ്റ് ഇസ് ട്രഡീഷൻ. അപ്പൊ ഇനി എന്റെ അടുത്ത ചോദ്യം, പഴയ രീതിയിലുള്ള ആഘോഷങ്ങളാണോ നല്ലത്, പുതിയ രീതിയിലുള്ള ആഘോഷങ്ങളാണോ നല്ലത്? ആസ് എ ജെൻസിയെ സംബന്ധിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈബിന് വേണ്ടിയിട്ട് ഇച്ചിരി പറഞ്ഞ പോലെ ചെണ്ടമേളം ആണെങ്കിലും DJയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ ഇത്തിരി നല്ലത് തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. പക്ഷെ ട്രഡീഷണലി ഉള്ള കാര്യങ്ങളും അതിന്റെ ആ ഒരു വേര് വിട്ട് വരുന്നതിലും എനിക്കൊരു ഇതില്ല. കാരണം കംപ്ലീറ്റ്ലി എനിക്ക് പിന്നെ ഓണം എന്ന് പറയുമ്പോ DJ ഇത് ആ ഒരു ഇതിലോട്ട് മാത്രം ഒതുങ്ങി. സെറ്റ് സാരി എടുത്ത് DJ വിളിക്കണം അതാണ് ഉദ്ദേശിച്ചത്. അല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ മാത്രം ഇമേഴ്സ് ആയിട്ട് നിൽക്കരുത്. ഇപ്പൊ കോളേജസിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും മെയിൻലി കുട്ടികളെ കൊണ്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കാറുമില്ല. മെയിനായിട്ടും ഓണം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്? എന്താണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? DJ കേൾക്കണമെന്നാണോ അതോ എന്താണ് കുട്ടികളെ കൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത്? അതായത് ഇപ്പൊ ഞാനൊരു വിമർശനം കേട്ടു, സ്കൂളിലും കോളേജിലും ഒക്കെ ഇപ്പൊ പല പരിപാടീസും ഇവന്റ് മാനേജ്മെന്റ്, അതേപോലെ റീൽസ് എടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചെടുത്ത് ജസ്റ്റ് പബ്ലിസിറ്റി, മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ. അതാണ് ഇപ്പോഴത്തെ ജെൻസിയുടെ ടൈപ്പ് ആഘോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ കൊണ്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? കാശ് മുടക്കുന്നത് മാത്രമാണോ അതോ ഏത് രീതിയിലാണ് സ്റ്റുഡൻസിനെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി സ്റ്റുഡൻസിന് മറ്റേ DJയുടെ പരിപാടിയിൽ ചെയ്യിപ്പിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഡാൻസ് കളിച്ചാൽ മാത്രം മതി, പറ്റെങ്കിൽ മൊബൈൽ ടോർച്ചിന്റെ ഒരു ആട്ടവും. ഇപ്പൊ ഡെക്കറേഷന്റെ കാര്യങ്ങൾക്കാണെങ്കിൽ ഈവന്റ് മാനേജ്മെന്റ് പോലെയുള്ളത് അത് നല്ലതാണ്, അല്ലാന്നല്ല. ഈവന്റ് മാനേജ്മെന്റ് കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഈവന്റ് എന്നാലും കംപ്ലീറ്റ്ലി ഞാൻ അതിന് ഫോറും അല്ല. കാരണം അതിന് മാത്രം ചെലവ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവർ ഇടേണ്ടി വരും. കാരണം ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് പോലെയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവർ വന്ന് ചെയ്യുന്ന ഇതല്ല. അവർക്ക് അവരുടേതായ ഫീസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിന് പകരമായിട്ട് ഇപ്പൊ കുട്ടികളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ഈ ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരുടെ പങ്കാളിത്തം എങ്ങനെയെന്നാണ് എന്റെ ചോദ്യം. അതിനുള്ള ഉത്തരം പറയൂ. വീണ്ടും ഒരു ഡയറി മിൽക്ക് ഓഫർ. ഈ പറഞ്ഞ പോലെ ഡെക്കറേഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് അവരെ ഏൽപ്പിക്കുക. ഒരു ടീം ഇവര് ബിൽഡ് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കുക. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം, അതിനനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ഓണത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം. അപ്പൊ ഡെക്കറേഷന്റെ കാര്യമാണെങ്കിലും ശരി. ഈ ഡെക്കറേഷൻ ഉദ്ദേശിക്കുന്ന പൂക്കളം വരയ്ക്കലും കുരുത്തോല കെട്ടലും അതെല്ലാം. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ കുരുത്തോല കെട്ടുന്നതും കാര്യങ്ങളും കാണാറില്ല. കൂടുതലും മറ്റേ പാർട്ടി പോപ്പേഴ്സ് പോലെയുള്ള അതൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. ക്രിസ്മസും ഓണവും തമ്മിലുള്ള വ്യത്യാസം വളരെ ഒന്ന് മാവേലിയാണ്, മറ്റേ പോട്ടെ എടുത്തത്. അപ്പൊ വേറെ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സദ്യയൊക്കെ പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? സദ്യയുടെ ഇത് അതോ കേറ്ററിങ്ങിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നല്ലതല്ലേ എന്നൊരു തോട്ട് വരുന്നുണ്ട്. കാരണം അപ്പോഴും ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ ഒരു മെസ്സേജ് ആയിട്ടുള്ള ഒരു ഒത്തൊരുമ അതിൽ വരും. കാരണം കുട്ടികളിപ്പം വെജിറ്റബിൾസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആർക്കൊക്കെ വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അപ്പൊ അവർ അതനുസരിച്ച് അവർ കൊണ്ടുവന്നിട്ട് അവരൊരുമിച്ചിരുന്ന് അവർ പ്രിപ്പയർ ചെയ്ത് അവരുണ്ടാക്കി കഴിയുമ്പോൾ അതിന് വല്ലാത്തൊരു കൈൻഡ് ഓഫ് 10,000 പേര് അല്ലെങ്കിൽ 10,000-2,000 പിള്ളേരെ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത് പ്രായോഗികമാക്കാൻ പറ്റും? അതോ കോളേജിലാണ് ഈ പറഞ്ഞ പരിപാടി കുറച്ചും കൂടെ നല്ലത്? അതൊരു ഇതാണ്, കോളേജിലായിരിക്കും മേ ബി. പക്ഷെ എന്നാലും ആ ഒരു ഒത്തൊരുമ എല്ലാവർക്കും മെയിൻ ആയിട്ടും അതാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഇതില് അത് വളരെ കുറവാണ്. കൂടുതലും പുറത്തുനിന്നുള്ള ആളുകൾ വരുന്നു, ചെയ്യുന്നു. കുട്ടികൾ ജസ്റ്റ് ഒരു പപ്പറ്റ്സ് പോലെ അവർ കാണുന്നു, അവർ എൻജോയ്. ഓക്കെ ശരി, അതാണ് മെയിൻലി. ഇപ്പൊ വളർന്നു വരുന്ന ഒരു ജനറേഷൻ ആണെങ്കിൽ അവരുടെ മെയിൻ ഓണം എന്ന് പറയുന്നത് പാർട്ടി, ഡാൻസ്, പോയി പുതിയ ഡ്രസ്സ് ഇടാം, ഫോട്ടോ എടുക്കാം. അത് തെറ്റാണ് എന്നല്ല, ബട്ട് അത് മാത്രമാണ് അവരുടെ മെയിൻലി ഓണം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഓണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു കൊമേഴ്സ്യലൈസേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരുപോലത്തെ ഡ്രസ്സ്, DJ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓണത്തിന്റെ ശരിയായ ട്രഡീഷൻ നഷ്ടപ്പെടുമല്ലേ. അതായത് ഓണം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക, പൂക്കളം ഒരുക്കുക. പണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു കളി ഉണ്ടായിരുന്നു. കളി എല്ലാ വെച്ചാൽ അടയുണ്ടാക്കും. അടയുണ്ടാക്കി പൂക്കളത്തിന്റെ അകത്ത് ഒളിച്ചു വെക്കും. അത് അമ്പി ചെയ്ത് എടുക്കുക. അതൊക്കെയായിരുന്നു പണ്ടത്തെ. പിന്നെ ആരകയ്യേ മാണിക്യ ചെമ്പഴുക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു പാട്ടും കളികളും. അതുപോലെ വടംവലി, ഊഞ്ഞാലാട്ടം. ഊഞ്ഞാല് മറന്നു പോയിരിക്കുന്നു. ഊഞ്ഞാലെന്ന് പറഞ്ഞ സംഭവം ഇപ്പം വളരെ കുറവാണ്. ഊഞ്ഞാലാട്ടം. പിന്നെ അന്ന് വർഷത്തിൽ ഒരിക്കലായിരിക്കും ആ പാട് ഒരു പുതിയ ഡ്രസ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അതെന്റെ കാലത്തും. പക്ഷെ ഞാൻ 80കളിലെ വസന്തമാണ്. എന്നോട് ഓണത്തെ പറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓണത്തെ പറ്റി പറയാനുള്ളത് ഓണപ്പരീക്ഷയാണ്. ദൈവമേ, ഓണപ്പരീക്ഷ തിരിച്ചു പോകുമ്പോൾ എനിക്ക് കടിപിടിക്കാനുള്ളതാണല്ലോ. അപ്പൊ ഓണപ്പരീക്ഷ എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുക, വല്ലതും തിന്നുക, കിടന്നുറങ്ങുക. പിന്നെ ഈ പറയുന്ന ദിവസം ഒരു പൂക്കളം ഇട്ടിട്ടാലായി പിന്നെ സദ്യ കഴിക്കുക, കിടന്നുറങ്ങുക. സത്യം പറഞ്ഞാൽ എന്റെ 80കളിലെ വസന്തത്തിലെ ഓണം അങ്ങനെയാണ്. പക്ഷെ എന്റെ അമ്മയുടെയൊക്കെ ഓണം എന്ന് പറയുന്നത് ഓണത്തപ്പനെ വെക്കുക, ഓരോ ദിവസം ഓരോ ലെയർ പൂക്കളം ഇടുക. അപ്പൊ അതിന്റെ ഐതിഹ്യം, അതിന്റെ ഒരു സംസ്കാരം അതൊക്കെ പോയി. ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുക, ഏതെങ്കിലും പാർലറിൽ പോയി ഒരുങ്ങുക, ഡ്രസ് ചെയ്യുക, നേരെ വരിക, ഫ്ലാഷ് മോബ് കളിക്കുക, റീൽസ് എടുക്കുക. അങ്ങനത്തെ ഒരു വെറൈറ്റി ഓണമാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രഡീഷൻസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണോ വേണ്ടത്, അതോ ഈ മാതിരി ജെൻസി രീതിയിലുള്ള? ഇതൊരു ബുദ്ധിപരമായ ചോദ്യമാണ്. നമ്മൾ ഏത് രീതിയിലാണ് സത്യത്തിൽ ഈ ഓണം ആഘോഷിക്കേണ്ടത്? ഓണത്തിന്റെ ഒരു എസൻസ് വെച്ചിട്ട് അതിന്റെ ആ ഒരു പ്രൈമറി, അത് എന്താണ് അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് വേണം. കംപ്ലീറ്റ്ലി അത് മൊത്തത്തിൽ അങ്ങ് തേച്ച് മാച്ച് കളഞ്ഞിട്ട് ഒരു പുതിയൊരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നതിനോട് എനിക്കും താല്പര്യമില്ല. കാരണം ഇപ്പം എന്നെ പോലെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പണ്ടത്തെ ടീച്ചർ പറഞ്ഞ പോലെയുള്ള പഴയ കളികളൊന്നും അധികം അങ്ങനെ അറിയത്തില്ല. നോർമലി ഉള്ള പൂക്കളം ഇടുന്നു, മാവേലി വരുന്നു, ഓക്കെ, ഇത് മാത്രം. പിന്നെ പുലിക്കളി ഉണ്ടാവും, വള്ളംകളി. അന്നൊരു പക്ഷെ DJ ഉണ്ടായിരുന്നെങ്കിൽ അവരും അതിന്റെ പിന്നാലെ പോവുകയായിരുന്നു. അന്നത് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അന്ന് ഒരു കോളാമ്പിപ്പാട്ട് തന്നെ അധികം. അപ്പോ അതുകൊണ്ട് തന്നെ രണ്ടും അതിൻ്റെതായ രീതിയിൽ ആവശ്യമാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ഇതിലോട്ട് മാത്രം, ഫോർ എക്സാമ്പിൾ ക്രിസ്മസിന്റെ കാര്യം എടുത്താലും അവിടെ അതിന് അനുസരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അത് ആ ഒരു രീതിയിൽ DJ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഓണത്തിന്റെ കേസ് വരുമ്പം മെയിൻ ആയിട്ടും ഇപ്പൊ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്താണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ DJ പ്രോഗ്രാംസ് അത് മാത്രമായിട്ടാണ് ഒതുങ്ങി നിൽക്കുന്നത്. ഓണത്തിനനുബന്ധിച്ച് ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല മാവേലിയുടെ ഫാഷൻ ഷോ. നല്ല അടിപൊളി വെസ്റ്റേൺ മാവേലി, അല്ലാത്ത മാവേലി. പിന്നെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ദേവിക. ഇന്ന് ഓണം എന്ന് പറയുന്ന പലർക്കും ബിവറേജസിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നൊരു ദിവസമാണ്. പല പിള്ളേർക്കും രാവിലെ തുടങ്ങുന്ന വെള്ളയടി, രാത്രി അന്നത്തെ ദിവസം ബോധമില്ലാതെ കിടന്നുറങ്ങുക, പലതരത്തിലുള്ള അച്ചാറും മീനും കൂട്ടുക, ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിക്കുക എന്നുള്ള രീതിയിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് ഈ സാധനം മാറിപ്പോകുന്നുണ്ട്. സോ ജെൻസിയില് പണ്ടും കള്ളായിരുന്നു, ചാരാമായിരുന്നു. പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ ഇടയിലോട്ട് ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞ DJയും ബാക്കിയെല്ലാം കേട്ടിട്ട് നല്ലൊരു ശതമാനവും ഇതിന്റെ ലഹരിയും പോകുന്നുണ്ട്. കാരണം അറിയുന്നില്ല. എല്ലാരും ഇതിൽ എമേർജ് ആയിട്ട് നിൽക്കുമ്പം സൈഡിൽ നിന്ന് കുറച്ച് ബാച്ച് ഉണ്ട്, എടാ കളിയ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെയാണ് ആരും അറിയത്തില്ല, വാ നമുക്ക് പോവാ, നൈസായിട്ട് പോവാന്ന് പറഞ്ഞ് പോയി അവരവരുടെ പരിപാടി, അവരുടെ കലാപരിപാടികൾ അവര് സൈഡിൽ നിന്ന് അവര് നടത്തുന്നുണ്ട്. അപ്പം അതും ഒരു പ്രശ്നമാണ്. മാറി വരുന്ന തലമുറ തെരുവിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ യുദ്ധം ചെയ്യുന്ന മെത്തേഡ്, അതായത് യാതൊരു രീതിയിലുള്ള വയലൻസ് ഇല്ലാതെ നോൺ വയലൻസ് ആയിട്ട് മറ്റേ നിരാഹാര സമരം കിടന്ന് ദേ ആർ ഡൂയിങ് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമയെ കളയാതെ പുതിയ ജനറേഷൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഓണത്തിന് നമ്മൾ അങ്ങനെ ഒരു മുഖം കാണേണ്ടതായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ പിള്ളേർ ആഘോഷിക്കുന്നു, ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് ചെതറിക്കുക, അതൊന്ന്. രണ്ടാമത് ഒച്ചത്തില് സൗണ്ട് പൊല്യൂഷൻ, അതൊന്ന്. പിന്നെ പോപ്പേഴ്സും അതും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ടും പ്ലാസ്റ്റിക്സ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണ്ടേ? ഇത് എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ, അതുപോലെ ഈ പൂക്കളം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ പോലൊന്നും അല്ല, എക്സ്പെൻസീവ് ആണ്. ഒരു കിലോ പൂവിന് ഇപ്പൊ 3000-4000 ഒക്കെയാണ്. അത് മേടിച്ചോണ്ട് വന്നാലും
പാതി അഴിയുകയാണെങ്കിൽ തീർന്നു. അപ്പം അതൊരു വലിയ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പേരൻസിനുള്ളൊരു ബർഡൻ അല്ലേ? അപ്പം ഇത് ആഘോഷിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓണം അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് എത്രയാണോ എല്ലാരും ഒരേ രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം എന്നുമില്ല. അപ്പം അവരുടെ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ പൂക്കളത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നമുക്ക് നമ്മുടെ വീടിന്റെ അവിടെയും ചുറ്റുപാടും അതിനനുസരിച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അതിപ്പം കുട്ടികൾ കൊണ്ടുവന്നിട്ട് പൂക്കളം ഇട്ട് ആഘോഷിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ഈ പൂക്കളം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഡിസൈൻ കണ്ടിട്ടുണ്ടോ? പണ്ടെന്ന് പറഞ്ഞാൽ 10 വട്ടം കഴിഞ്ഞാൽ തീർന്നു. ഇന്നിപ്പോ അങ്ങനല്ല. ഒരു കളറ് മറ്റൊരു കളറ് അതിടണമെന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ കടയിൽ നിന്ന് വാങ്ങിയേ പറ്റൂ. അപ്പം അതിലും നമ്മള് മുന്നോട്ട് കയറുമ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ പിന്തള്ളണോ അതോ അതിനെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശരിക്കും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാറി പുതിയ രീതിയിലേക്ക് അത് മാറ്റുമ്പം അതിൻ്റെതായ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നല്ല വശം എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ ഇടയിലുണ്ടാവുന്ന ഒരു കൂട്ടായ്മ, പിന്നെ അതിൻ്റെ ഒരു സന്തോഷം, പിന്നെ ഒരേ പാട്ടിന് എല്ലാവരും തിരുവാതിര കളിക്കുന്നവരും മാത്രമല്ല കളിക്കാത്തവരും കളിക്കുന്നവരും എല്ലാവരും ചേർന്ന് ഒരേപോലെ മേളിക്കുമ്പോൾ അത്. പക്ഷെ അവിടെ റീൽസ് എടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടുമ്പോഴും അത് സത്യം പറഞ്ഞാൽ അതില് ഓണത്തിന്റെ സ്പിരിറ്റ് വരുന്നില്ല. ഒരു മത്സരബുദ്ധിയല്ലേ വരുന്നേ? അത് ശരിയാണ്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ശരിയാണ്. കാരണം അതിനു എല്ലാം അങ്ങനെ സമ്മതിച്ചു തരാതെ എന്തെങ്കിലുമൊക്കെ പറയൂ. അതിനു വേണ്ടി മാത്രമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ജെൻസി ആ രീതിയിൽ നിൽക്കുന്നു എന്നും പറയാൻ പറ്റില്ല. ചില കേസസിൽ അങ്ങനെയല്ല. ഇപ്പൊ ഫോട്ടോഷൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്യാറുള്ള അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു ട്രഡീഷണൽ വേ അതിനെ കീപ്പ് ചെയ്തിട്ട് ഇതും കീപ്പ് ചെയ്യുന്നത് ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലത്. ഈ ഫോട്ടോഷൂട്ടൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും? അത് പറ്റില്ല. അപ്പൊ അവിടെ സാമ്പത്തികമായിട്ടുള്ള ആന്തരവ് അവിടെ വരുമല്ലേ? കാശുള്ള വീട്ടിലെ കുട്ടികൾക്ക് ഇതൊക്കെ പറ്റില്ല, നിങ്ങളെ പോലെ പാവടിച്ചവർക്ക് പറ്റില്ല. അവിടെ ഒരു അസൂയ, ദൈവമേ വീണ്ടും തകർന്നു, സാഹോദര്യം തകർന്നു, സമൂഹം നശിക്ക. എന്നിട്ട് ഫോണിലും എടുക്കാമല്ലോ, സെൽഫി എടുക്കാം, അങ്ങനെ കാശ് ലഭിക്കാം. സാഹോദര്യം നശിച്ചില്ല കേട്ടോ. നമ്മളിവിടെ ഫോണിലെടുക്കുന്ന സെൽഫി. അപ്പൊ ഒരു മത്സരബുദ്ധി വരിക ഒരു പരിധി വരെ വരും. ഞാൻ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ കോസ്റ്റ്യൂം അവളുടെ കട്ടിങ് കുറച്ചും കൂടി ഇച്ചിരി ഇതല്ലേ, ഡള്ളല്ലേ, അപ്പൊ ഞാൻ ഇച്ചിരി എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഇച്ചിരി കൂട്ടി. ഇല്ല, അങ്ങനെ ഇപ്പൊ മത്സരബുദ്ധി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന അത്തപ്പൂക്കള മത്സരം, അതെന്ത് കോമ്പറ്റീഷനാണ്? അവിടെ തമ്മിൽ പിള്ളേർ തമ്മിൽ മത്സരമാണ് വരുന്നത്. അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും എനിക്ക് ഇച്ചിരി പോകണമെങ്കിൽ എനിക്കും കൂടെ ഇച്ചിരി ജലദിത എന്ന് പറയുന്നില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് സ്കൂളിലെ ടൈം ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് പ്രഷർ മുഴുവൻ ഞങ്ങൾക്കാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഹൗസ് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. കാരണം മറ്റുള്ളവരുടെ അത്തം അവർക്കിപ്പം പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞു ചിലപ്പോ നമ്മൾ കേൾക്കും, എടാ അവരുടെ പൂ തികഞ്ഞില്ലടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഗുഡ്, അവന്റെ തോൽവി എന്നുള്ളൊരു. പിന്നെ വരുന്നത് തിരുവാതിരയുടെ ഇതൊക്കെ വരും. അപ്പോഴും തിരുവാതിരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വീട്ടിൽ ഇരിക്കുന്ന അമ്മയുടെ സാരിയും ബ്ലൗസും കിട്ടോണ്ടാ വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയത്തിൽ പോയി വാടകയ്ക്ക് എടുക്കണം, മാല, കമ്മല്, പിന്നെ മേക്കപ്പ്. അത് തന്നെ സെയിം കളർ ബ്ലൗസ്, അത് എല്ലാവർക്കും ഒരേ രീതിയിൽ നിൽക്കുകയും വേണം, സ്റ്റിച്ച് ചെയ്യുകയും വേണം. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ട്. ഞങ്ങളുടെ സാഹചര്യം വീണ്ടും പോയി കേട്ടോ. ഞങ്ങളുടെ ടീമായിരിക്കണം ജയിക്കുന്നത്, മറ്റുള്ളവരുടെ എങ്ങനെയെങ്കിലും അത്. അതായത് ഒരു തിരുവാതിരയില് 10 പിള്ളേരല്ലേ 12 പിള്ളേര്, ബാക്കിയുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് ആ കുട്ടികൾക്കുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ കുറച്ചുപേര് പുറത്താക്കപ്പെടുകയാണ്. ചിലര് വെറും കാണികളായിട്ട് മാത്രം നിൽക്കുന്നവരുണ്ട്, ഒന്നിനും ചേരാതെ, പൂക്കളത്തിനും ചേരാതെ, ഓണപ്പാട്ടിനോ വഞ്ചിപ്പാട്ടിനോ ഒന്നിനും ചേരാതെ വെറുതെ വന്നിരുന്ന് പണിയെല്ലാം കണ്ടിട്ട് പോകുന്നു. അവർക്കതില് പക്ഷെ അത് കാണുന്നതിന്റെ ഒരു ആഘോഷവും സന്തോഷവും
എന്നാലും ആ കുട്ടികളുടെ മനസ്സിലും ഒരിത് ഇതിലൊക്കെ ഉണ്ട്. കാരണം ഒരു ഫേവററ്റിസം ചിലപ്പോ ഇതിൽ കാണാൻ പറ്റുന്നത്. കാരണം അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന കുട്ടികളെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടാവില്ല. ഇപ്പം സ്റ്റെപ്സ് ഇപ്പം അവർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അതും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾ അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്താൽ അവർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഇത് കൂടുതലും കണ്ടുവരുന്നത് ബെസ്റ്റ് ആയിട്ട് ആര് ഡാൻസ് കളിക്കും അവര് കുറച്ചു പേര് ക്ലാസ്സിൽ കാണുമല്ലോ, അവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നു, അവര് മാത്രം നിന്ന് കളിക്കുന്നു. അപ്പൊ ഈ ആഗ്രഹമുള്ള കുട്ടികൾ അതൊന്ന് പുറമേ നിന്ന് കാണുമ്പോൾ അവരും മനസ്സിൽ വിചാരിക്കും എനിക്കും പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ളൊരു തോട്ടും അവിടെ കുട്ടികളുടെ മനസ്സിലെ സത്യം പറഞ്ഞ ഒരു വേദനിപ്പിക്കുകയാണ്. വീണ്ടും സഹോദരൻ നഷ്ടപ്പെടുന്നു, മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, ഓണത്തിന്റെ ആഘോഷം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്കൂളുകളിലെ ആഘോഷം ജനകീയമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യമുണ്ട് ദേവിക, ആരെങ്കിലും വേദനിപ്പിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതും ഒരു സമൂഹത്തിൽ ഒരാൾക്ക് നമ്മൾ കൈത്താങ്ങ് തരുമ്പോൾ മറ്റൊരു സമൂഹത്തിന് നമ്മൾ അറിയാണ്ട് തടയേണ്ടി വരും. കൈ ഇങ്ങനെ പൊങ്ങുമ്പോൾ അതിന്റെ മറുവശം താഴെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിച്ചുകൊണ്ടും അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടും ഒരിക്കലും മുന്നേറാൻ പറ്റില്ല. പിന്നെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നേടിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഇതിൽ പറ്റത്തുള്ളൂ. അപ്പം ഓണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ ഒരുമിച്ച് മനസ്സിലൊരു സന്തോഷം കണ്ട് നമ്മുടേതായ രീതിയിൽ ആഘോഷിക്കുകയാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു പോയിന്റ്, ഈ ഓണ സമയത്ത് ടീച്ചേഴ്സിന് വരുന്ന ബുദ്ധിമുട്ട് വല്ലതും അറിയാവോ? ഈ പിള്ളേരെ എല്ലാം പ്രാക്ടീസിന് വിളിക്കുമ്പോഴത്തേക്കും ട്യൂഷൻ ഉണ്ട് ടീച്ചർ, അത് കഴിഞ്ഞിട്ട് 5 മണി 6 മണി വരെ നിൽക്കണം, പേരൻസ് വരുന്നിടം വരെ നിൽക്കണം, പ്രാക്ടീസ് ചെയ്യിക്കണം, ഇവരെല്ലാം കൊണ്ട് ഓരോന്ന് ചെയ്യിക്കണം, പൂക്കളത്തിന്റെ ഡിസൈൻ എടുക്കണം, അത് മറ്റേ ഗ്രൂപ്പുകാർ അറിയാതിരിക്കണം. ഇങ്ങനെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ അധികം ശബ്ദം ഉണ്ടാക്കാതിരിക്കണം, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കണം. അങ്ങനെ ടീച്ചേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുമ്പം അവർക്കത് എക്സ്ട്രാ ഒരു സ്ട്രെസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിനെ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് മാക്സിമം ഇൻവോൾവ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ പല ടീച്ചേഴ്സിന്റെ തലവേദന കുറയും. എന്നാലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നം തന്നെ. കാരണം ഓണത്തിന് സ്ഥിരം കണ്ടുവരുന്നതാണ് ഓണത്തല്ല്. കണ്ടുവരുന്നതാണ്. കാരണം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ആ ഒരു ടൈമിനിടയിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമായിരുന്നിരിക്കാം. മേ ബി ആ സമയം കാത്തിരിക്കും, വരട്ടെ ഒരു അവസരം വരട്ടെ കൊടുക്കാം. അപ്പൊ ഓണത്തിന് ഈ പറഞ്ഞ പോലെ കുറച്ച് എന്റർടൈൻമെന്റ്സ് കൂടി നിൽക്കുമ്പം അവർ ആ ഒരു ഇതിൽ നിന്നിട്ട് നമുക്ക് നോക്കാടാ, ഒരു കൈ നോക്കാടാന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ഇതില് അങ്ങനെയും പോകുമ്പോൾ ടീച്ചർമാർക്ക് അത് പിന്നെ അടുത്തൊരു തലവേദനയാണ്. ഇനി ഇതിന്റെ ഇടയിൽ കപ്പിൾസ് അതും പറ്റുള്ളൂ. നമ്മള് പിള്ളേരെ ഫ്രീ ആയിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാല് അവിടെ ഇവിടെ ഓരോ ഇണക്കുരു വീഴും. പിന്നെ ആ ഇണക്കുരുവികൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്ന് പറയുന്നത് നെഞ്ചിരിപ്പോട്ട് ടീച്ചേഴ്സ് വീണ്ടും നടക്കണം. കാരണം അവസാനം ചൂലെടുക്കുന്ന പേരൻസ് ആണ്. അവിടെ അതിനും അടിയുള്ള നമ്മൾ തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പം ടീച്ചേഴ്സിന് സത്യം പറഞ്ഞാൽ പലപ്പോഴും പല ആഘോഷങ്ങളും കണ്ടു നിൽക്കാൻ കൂടെ പറ്റാത്ത അവസ്ഥയിലുള്ള ടെൻഷനിലായിരിക്കും. അതാണ് സ്കൂളിൽ. പക്ഷെ കോളേജിലൊക്കെ ആകുമ്പോൾ പിള്ളേരെ തന്നെ വോളണ്ടറി ചെയ്തു അവിടെ ഇവന്റ് മാനേജ്മെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് സമാധാനം, കാശ് കൊടുത്തിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ. ഇപ്പൊ തന്നെ പണ്ടൊക്കെ വീട്ടിൽ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ആയപ്പോഴത്തേക്കും വീട്ടിൽ ആൾക്കാരൊക്കെ കുറഞ്ഞു. സത്യം പറഞ്ഞാൽ ഓണത്തിന് ഒരു പരിപ്പ്, ഒരു പപ്പടം, ഒരു തോരൻ തീർന്നു, മടുത്തു. പിന്നല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് രണ്ടുമാണ് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 4 ഓണം കൂട്ടുകറിയാക്കി അതുകൂടെ പോവും. അപ്പം പൊതുവെ ആൾക്കാർക്ക് പഴയതുപോലെ അധ്വാനിക്കാനും പിന്നെ വെറുതെ കഴിക്കാനും പറ്റൂല. വെറുതെ ഉണ്ടാക്കി വെച്ചാലും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കുന്ന പോലെ തന്നെ അധ്വാനിക്കുന്ന ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കാലത്ത് ടിവിയും കണ്ട് ഓണപരിപാടികളും കണ്ട് വല്ലതും കഴിച്ച് വീണ്ടും കിടക്കുക, എഴുന്നേക്കുക, കഴിക്കുക, വീണ്ടും കിടക്കുക. അപ്പൊ ആ ജീവിത ശൈലി തന്നെ മാറി. അതുകൊണ്ട് ജെൻസികള് ആഘോഷിക്കുന്നു. പക്ഷെ 80കളുടെ വസന്തം ഇപ്പൊ എങ്ങനെയാണോ ഓണം ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ രീതിയിൽ തന്നെ എല്ലാം ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ ടിവിയില് സിനിമ കണ്ട് പുതിയ സിനിമ ഓണത്തിന് ഓണം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് അത്യാവശ്യം ഫുഡ് മേടിച്ച് കിടന്ന് ഞങ്ങളുടെ രീതിയും മാറിയിരിക്കുന്നു. അപ്പൊ കാലം മാറി അനുസരിച്ച് കോലവും മാറി. അപ്പം ശരിക്കും എന്താണ് നമുക്ക് പറഞ്ഞു നിർത്താനായിട്ടുള്ളത്? ഓണം അന്നും ഇന്നും എപ്പോഴും ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു സാഹോദര്യത്തിന്റെ തന്നെ ഒരു ആഘോഷം തന്നെയാണ്. അപ്പോൾ അത് നമ്മളിപ്പം പുതിയ രീതിയിൽ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ
രീതികളും മാറും. പക്ഷെ ആ ഒരു ഇത് കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി നിർത്താതെ ആ ഒരു ഒത്തൊരുമ കീപ്പ് ചെയ്ത് എന്ത് ആഘോഷമാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ ഐഡിയ പറയട്ടെ. ഈ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് കൂടാം. നമ്മുടെ പഴയ കൂട്ടുകാര് അങ്ങനെയുള്ളവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അന്ന് സദ്യ തന്നെ വേണമെന്നില്ല, എന്താണെങ്കിലും എന്തെങ്കിലും ഒരു മീനും ഒരു കപ്പയും മതി. ഇരുന്ന് ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഇട്ട് കുറെ നേരം വർത്താനം പറഞ്ഞ് ഒരു പാട്ടിന് ഡാൻസ് കളിച്ച് അത്യാവശ്യം അറിയാവുന്ന ലൂഡോ കളിച്ച് അല്ലെങ്കിൽ പാമ്പും കൂടിയും കളിച്ച് അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനൊരു ഓണം, അതൊരു നല്ല ആശയമല്ലേ? ആണ്. അതേപോലെ ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും ശരി, നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാര്, നമുക്ക് കൂടെ പഠിക്കുന്ന കൂട്ടുകാര്, അവര് പണക്കാരായിക്കോട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ, അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഓരോ ക്ലാസ്സിലും അവരുടേതായ രീതിയിലുള്ള ഒരു കൊച്ചോണം സംഘടിപ്പിച്ച് അവരുടേതായ ശർക്കര വരട്ടി, ചിപ്സ് ഇതൊക്കെ കൊണ്ടുവരാമല്ലോ. മറ്റേത് ഹൈജീന്റെ പ്രശ്നവും കുക്കിങ്ങിന്റെ ഗ്യാസും അതും ഇതൊക്കെ പ്രശ്നം, ഇതങ്ങനെയല്ല. അങ്ങനെ സ്നേഹം, അതേപോലെ ഈ ദൂർത്ത് രീതിയിൽ ചെലവാക്കേണ്ട കാശ് ഏതെങ്കിലും ഒരു ഓണം വരാത്ത വീട്ടിലേക്ക് സംഭാവനയായിട്ട് അരിയും പലഹാരമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തില് സർക്കാർ തന്നെ നല്ല രീതിയിൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാലും അർഹിക്കുന്നവർക്ക് കൈകളില് അത്യാവശ്യം ഈ ആഘോഷം എന്നും പറഞ്ഞ ആഘോഷം വേണ്ടാന്ന് നോക്കരുത്. നമുക്ക് സ്വന്തമായിട്ടും പാട്ട് പാടി ഡാൻസ് കളിക്കാമല്ലോ. അപ്പം നല്ല ഓണത്തിന്റെ സത്ത കളയാതെ, എന്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നതെന്ന് മറന്നു പോവാതെ, ഒരു കൂട്ടായ്മ, ഒരു മതസൗഹാർദ്ദം, ഒരു സാഹോദര്യം, അസൂയയില്ല, കള്ളവുമില്ല, ചതിയുമില്ല, തെല്ലോലമില്ല, പുളിവചനം. അത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, പുളിവചനമില്ലാത്തൊരു കേരളം, അതും ഇന്നെന്റെ സ്വപ്നമാണ് കേട്ടോ. ഇന്നിപ്പോ എല്ലാത്തിലും നുണകളാൽ കെട്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സത്യം, പ്രത്യേകിച്ച് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും എല്ലാം തള്ളി തകർക്കുന്നുണ്ട്. ഏത് റീലാണ് സത്യം ഏതാണ് കള്ളമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഒരു നോർമലായ നേർമയുള്ള നന്മയുള്ള ഒരു കേരളം, അതിന്റെ ആഘോഷമായിട്ട് ഓണം നമ്മൾ മാത്രമല്ല, വിദേശത്തുള്ള മലയാളികളും കേരളം ആഘോഷിക്കുന്നുണ്ട്. സോ ഇന്ന മതക്കാരും അല്ല ആഘോഷിക്കുന്നത്, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. അപ്പം ദീപയ്ക്ക് അവസാനമായിട്ട് എന്താ പറയാനുള്ളതെന്ന് പറയാം. അവസാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസാനമല്ല, ഞങ്ങൾ ഇനിയും വരും. എന്നാലും ഒരു സന്ദേശം പറഞ്ഞു. അപ്പുറത്തൊരു മിക്സി അടിക്കുന്ന ശബ്ദം, അവിടെ ഓണം തുടങ്ങി കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ പറഞ്ഞ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പ്രത്യേകിച്ച് എക്സ്ട്രാ ആഡ് ഓൺസ് ഒന്നും എനിക്കും അതിലില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. എന്താ പറയണ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ജലസി ഇതൊന്നും വെക്കാതെ എല്ലാരും ഒരുമിച്ച് പറഞ്ഞ പോലെ ഓണത്തിന് നമ്മൾ സദ്യ തന്നെ വെച്ച് നമ്മൾ എല്ലാരും കൂടി ഇരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ഒരു ഇതില് ആർക്കും അതിന് സമയമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ആരും അങ്ങനെ കഴിക്കത്തുമില്ല, അത് വേറൊരു കാര്യം. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമ്മൾ അത് വെച്ച് ഷുഗർ കട്ട്, അതെ, ഷുഗർ കട്ട് ഈസ് ഗോയിങ് ഉണ്ടോ പായസം. എന്നിട്ട് നമുക്ക് ഇപ്പം ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ കസിൻസ് അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടി എല്ലാവരും ആ രീതിയിൽ ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ഓണക്കളികൾ തന്നെ കളിച്ച്, ഓണത്തിന്റെ ഇതെന്ന് പറയുമ്പോൾ എസൻസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. പണ്ടത്തെ പോലെ വടംവലി, പിന്നെ ഊഞ്ഞാല് മെയിൻ, പണ്ട് ഉറിയടി സ്കൂളിലുണ്ടായിരുന്നു അല്ലേ? സ്കൂളിലുണ്ടായിരുന്നു ഉറിയടി. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് നല്ലൊരു വൈബിങ് ഫെസ്റ്റിവൽ തന്നെയാണ്. സോ ആ രീതിയിൽ ആഘോഷിക്കണമെന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം. ഇനി മാറി വരുന്ന തലമുറയിൽ ഡിപ്രഷൻ, തേപ്പ്, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ യുവജനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. ഒരു എന്താ പറയുക, ഒരു ഏജ്ഡ് ആയിട്ടുള്ള സമൂഹം, ഒറ്റപ്പെടല്, ഇതെല്ലാം നേരിടുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, ഒരു ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ല സങ്കടം കൂടെ നിറഞ്ഞതാണ്. പക്ഷെ ആഘോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ആഘോഷത്തിന്റെ ആ ഒരു അന്തസ്സത്തെ മനസ്സിലാക്കി അതിനുള്ളിലേക്ക് കടച്ചെന്ന് അത് ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള ദിനവും സന്തോഷമുള്ള ഓർമ്മയുമായി തീർക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ഒന്നും കൂടെ ഞങ്ങളുടെ ഈ സ്പോട്ടിഫൈ വ്യൂവേഴ്സ്, ഞങ്ങളുടെ യൂട്യൂബ് വ്യൂവേഴ്സ്, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒന്നും കൂടെ നന്ദി പറയുന്നു. ആൻഡ് കൈൻഡ്ലി സപ്പോർട്ടേഴ്സ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.